പറ. സീക്രട്ട് പറയാനല്ല. വെൽക്കം ടു അവർ സെക്കൻഡ് ഡേ എന്ന് പറ. രക്ഷിക്കണമെന്നോ? സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കണേ. മലേഷ്യയിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും വിശാലമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അലാം വെച്ച് എഴുന്നേറ്റ് എല്ലാവരും ഓടുമായിരുന്നു. അതാണ് ദീനുവിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. ഇതാരാണ്? ബിരിയാണിയാ? ആ ശരി. ഹോട്ടലിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആ. You going to enjoy one of our hill. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ബാട്ടു കേവ് ആണ്. ബാട്ടു കേവിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Batu Cave, because Batu Cave also located in Selangor. Yeah. And get the magic mango. And then this Lord Morgan will set and then fly together with the peacock and set. Batu Cave a name of this town. Yeah. Yes, yes, yes. And it's like not red, but it's like in the cave. This one on the bottom of the foothill. നമ്മൾ ബാട്ടു കേവിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാട്ടു കേവ്സിൻ്റെ എൻട്രൻസിലുള്ള കാഴ്ചയാണ്. ഈ പാമ്പിനെ നമ്മൾക്ക് കയ്യിലെടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഈ ബാട്ടു കേവിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി ടെമ്പിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് ധീരിക്കുട്ടൻ വരുന്നത്. ഫേസ് കണ്ടാൽ അറിയാം എക്സ്പ്രഷൻ. അതുകൊണ്ട് തന്നെ അവൻ നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കങ്കാരു ബാഗ് ഇട്ടു. അതിൽ അവനെ ക്യാരി ചെയ്തുകൊണ്ട് പോയി. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മങ്കിയാണ്. കുരങ്ങ് വന്ന് ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. ബാട്ടു കേവ്സിൻ്റെ എൻട്രൻസിൽ കാണുന്ന ഈ ഒരു അമ്പലങ്ങളുടെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് തമിഴിയൻ ടച്ചാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ സുബ്രഹ്മണ്യ വിഗ്രഹം തന്നെയാണ്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും ഉയരമുള്ള വിഗ്രഹമാണിത്. കേവിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ നമ്മൾ 272 സ്റ്റെപ്സ് ചവിട്ടി വേണം നമ്മൾ മേളിലെത്താനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് 272 സ്റ്റെപ്സ് ചവിട്ടി വേണം നമ്മളെത്താൻ. അല്ലാതെ വേറെ ഒരു ഈസി മാർഗങ്ങളും ഇല്ല. മറ്റേ റോപ്പോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നുമില്ല. നമ്മൾ നടന്ന് തന്നെ കയറണം. ഞങ്ങൾ 10 സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ കിതച്ച് നിൽക്കുകയാണ് കേസ്. എന്നാലും ഞങ്ങൾ കയറുകയാണ് കേസ്.
നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കയറുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് സ്റ്റെപ്സും കൂടി നമുക്ക് മുന്നോട്ട് കാണാം. ടോട്ടൽ 272 എന്ന് പറയുന്നത് ഇതും കൂടി ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ശരിക്കും മലയാളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർക്കുന്നത് എനിക്ക് 100% ഉറപ്പായിട്ടും മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ അകത്ത്. ആ മൂവി കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു അതേ വൈബായിരുന്നു ഇവിടെ. ഇങ്ങനെ ഈ ഒരു കേവ് ആണല്ലോ, അപ്പം ആ കേവിൻ്റെ ഒരു നല്ലൊരു പ്രതീതി, ആ ഒരു ഹോളൊക്കെ കാണുമ്പോഴത്തേന് സുഭാഷേ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് തോന്നും. ബട്ട് ഇതൊരു ടെമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഒരു കൾച്ചർ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പക്ഷേ പരസ്പരം പറയുന്നുണ്ട് ഇത് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു സെറ്റ് പോലെ ഉണ്ടല്ലോ എന്ന്. ആ ടോപ്പ് ഓഫ് ദി കേവിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. അടുത്ത സെഗ്മെൻറ്റ് ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ കാണുന്നതാണ് അതിൻ്റെ എൻഡ് ഓഫ് ദി കേവ്. ഇവിടെ എൻ്റെ മേളിലൊരു ഹോളൊക്കെ ആയിട്ട് ഉണ്ട്. അതിൽ നിന്നാണ് ശരിക്കും ആ ലൈറ്റ് കേവിലേക്ക് വരുന്നത്. ആ ഒരു ചെറിയൊരു ഹോളിൻ്റെ അകത്തൂടെയുള്ളൊരു ലൈറ്റ്. ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞുള്ളതാണ് എൻഡ് ഓഫ് ദി കേവ്. ഞാൻ ആദ്യമായിട്ട് ബാട്ടു കേവ്സിൻ്റെ മുന്നിലുള്ള ആ ശ്രീ സുബ്രഹ്മണ്യ വിഗ്രഹം കാണുന്നത് തല അജിത്തിൻ്റെ ബില്ല എന്ന് പറഞ്ഞൊരു മൂവി 2007 ആണെന്ന് തോന്നുന്നു. ആ ടൈമിൽ റിലീസായ ഒരു മൂവി ഉണ്ട്. ആ മൂവിയിലൊരു സോങ്ങിൽ കൂടിയാണ് ഞാനിത് കാണാം. അന്ന് ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല എനിക്കിതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കണ്ടോ, ഇതിൽ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു തമിഴ് ടച്ച് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ തമിഴിയൻസും പിന്നെ ശ്രീലങ്കൻ തമിഴിയൻസും ഇത് കുടിയേറി പാർത്ത തമിഴിയൻസാണ് ഇത് ഈ ഒരു വിഗ്രഹം സ്റ്റാച്യു ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഇറ്റ് ടുക്സ് ഓൾമോസ്റ്റ് 3 years ഐ തിങ്ക്. 3 വർഷം എടുത്തു ഇത് നിർമ്മിക്കാൻ എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയതുപോലെ അത്ര ഈസി അല്ല ഇറങ്ങാൻ എന്നുള്ളത് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കാരണം സ്റ്റെപ്പിൻ്റെ വലിപ്പം വീതി എന്ന് പറയുന്നത് വളരെ കുഞ്ഞു സ്റ്റെപ്പാണ്. കയറുമ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല, പക്ഷേ ഇറങ്ങിയപ്പോൾ വീഡിയോ ഒന്നും ശ്രദ്ധിക്കാനോ ഒന്നും പറ്റില്ല. കോൺസെൻട്രേഷൻ ഫുള്ള് സ്റ്റെപ്പിലായിരുന്നു. ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ പെട്ടെന്ന് എത്താം. ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ബാട്ടു കേവ്സ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജെൻറ്റിങ് ഹൈലാൻഡ് ആണ്. ഒരു ഹിൽ സ്റ്റേഷനാണ് ഇത്. നമ്മൾ അവിടെ ഒരു കേബിൾ കാർ ത്രൂ ആണ് ഓരോ പോയിന്റിലേക്ക് നമ്മൾ എത്തേണ്ടത്. 2 ടൈപ്പ് ഓഫ് കേബിൾ കാറാണ് ഉള്ളത് അവിടെ. ഒന്ന് അവന സ്കൈവേ കേബിൾ കാറും പിന്നെ ജെൻറ്റിങ് സ്കൈവേ. ഇത് രണ്ടിനും സ്റ്റോപ്പിൻ്റെ ഡിഫറൻസ് ആണ്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഓരോ പോയിന്റിലേക്കും ഓരോ കേബിൾ കാറിൽ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട്.
പോയിൻ്റൊക്കെ എത്തിയപ്പോൾ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് നല്ല രീതിക്ക് ആവാൻ തുടങ്ങി. ഫോഗ് വന്ന് അടിഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഭയങ്കര മഞ്ഞ്, ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഈ മഞ്ഞിൽ ആ കേബിൾ കാറിൻ്റെ ഉള്ളിൽ കാറ്റും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഇത് ആടിയിട്ടാണ് പോകുന്നത്. ഹൈറ്റ് പേടിയുള്ളവർക്ക് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരിക്കും അത്. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ റോപ്പ് ത്രൂ നമ്മൾ പോകുമ്പോൾ താഴെ നമുക്ക് ഒരുവിധം ജെന്റിൻ ഹൈലാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത്രയും ഏരിയ ഫുള്ള് നമുക്ക് മേളിൽ നിന്നുള്ളൊരു വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് മഞ്ഞും കണ്ടോ, ബാക്കിൽ കണ്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ റോപ്പ് ഇങ്ങനെ എവിടേക്കോ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ അത് മാത്രമേ ഉള്ളൂ നമുക്ക് വിസിബിളായിട്ടുള്ളത്. ഇതിപ്പോൾ ക്യാമറയിൽ കൂടി ഇങ്ങനെ എന്താ പറയുക, ബ്രൈറ്റ്നസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അങ്ങനെ എടുത്തേക്കാണ്. ഇത് ഭയങ്കര ഫോഗും ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം ജെന്റിൻ സ്കൈ വേൾഡ്. ഇത് ഇറ്റ്സ് എ തീം പാർക്ക് ആക്ച്വലി. ഭയങ്കര വലുതാണ്. നമുക്ക് അതിൻ്റെ ആ ഒരു വലിപ്പം തന്നെ മേളിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ കേബിൾ കാറിൽ കൂടി. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, മൾട്ടി കളർ ബിൽഡിംഗ്, 2 ടവറായിട്ടുള്ളത്, അതാണ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിൽ വിൻ ചെയ്ത ഹോട്ടലാണ്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലാണ്. നമ്മൾ ആക്ച്വലി ഇറങ്ങി ഇവിടെ നിൽക്കുന്നത് 6118 അടി മുകളിലാണ്. ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനൊരു ലോകം ഉണ്ടെന്നുള്ളത് അൺബിലീവബിളാണ്. ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് എന്താ പറയുക, സമയം പോകണം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തേക്ക് കയറി അറിയില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഭയങ്കര എത്ര ജനങ്ങളാണ് അവിടെ ഉള്ളതെന്നുള്ളത് അയ്യോ മിസ്സായി പോയ. മോനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് പാടുപെട്ടു. കാരണം അവന് ഓടുന്നൊരു പ്രായമാണ്, ടോഡ്ലറാണ്. അപ്പം ഓടുമ്പോൾ ഒക്കെ ടെൻഷനായിരുന്നു. എങ്ങാനും വഴുതിട്ടിപ്പോൾ ഈ കണ്ട ജനങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും, ഭാഷ അറിയില്ല. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു, ഫുഡ് കഴിച്ചു. അവിടെയൊക്കെ കുറേ നടന്നാലൊന്നും കണ്ടൊന്നും തീരില്ല, അത്രയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് അടുത്ത കേബിൾ കാർ ത്രൂ തന്നെ പോവാണ്. ഇത് സ്കൈ അവന്യൂവിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് അടുത്ത കേബിൾ കാറിൽ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ചിൻസ്വി കേവ്സ് ടെമ്പിളാണ്. അതൊരു ചൈനീസ് ആർക്കിടെക്ചറിൽ പണിതിരിക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇതിലേക്ക് നമ്മൾ ആ കേബിൾ കാർ വഴി നമ്മളവിടെ ഇറങ്ങി കുറേ ഇങ്ങനെ പോയിട്ടോ, എസ്കലേറ്റർ വഴി താഴേക്ക് പോയി. അത് ആക്ച്വലി 4600 ഫീറ്റ് ഹൈറ്റിലാണ് അതുള്ളത്. അതായത് അപ്പം നമ്മൾ ആദ്യം നിന്നിരുന്നതെന്ന് കുറച്ച് താഴെയാണ്. നമ്മൾ എസ്കലേറ്റർ വഴി കുറേ താഴേക്ക് പോയി, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഒരു സൈഡ് കേവ് പോലത്തെ ഇതിലാണ്, നല്ല ഹൈറ്റുള്ളൊരു ടെമ്പിളാണ്. ഈ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ.
ജെൻറ്റിൻ ഹൈലാൻഡിലെ എല്ലാ വ്യൂസും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഇവിടെ നിന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു ക്വാലാലംപൂരിലേക്ക്. നൈറ്റായി എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. എനിക്ക് അവിടുത്തെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. മോനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി സത്യത്തിൽ. സംഗമം വീഴും രണ്ടുപേരും കൂടി വീഴരുത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം. ബൈ.